സോ ടുഡേ വി ഹാവ് ദ ടോപ്പിക് ബ്ലെൻഡഡ് ലേണിംഗ്. എന്താണ് ബ്ലെൻഡഡ് ലേണിംഗ്? അതിൻ്റെ ഒരു കുഞ്ഞ് ഡെഫിനിഷൻ ആദ്യം തന്നെ നമുക്ക് നോക്കാം. ബ്ലെൻഡഡ് ലേണിംഗ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ലേണിംഗ് ഇൻ എ വേ ദാറ്റ് ദി വൺ കോംപ്ലിമെൻറ്റ്സ് അതർ. അതിൻ്റെ രണ്ടിൻ്റെ കോമ്പിനേഷനാണ്, ഒരു ഓൺലൈനിലെയും ഓഫ്ലൈനിലെയും ഒരു കോമ്പിനേഷനാണ് ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയുന്നത്. It is an approach to education that combines online education materials and opportunity for interaction online and traditional place-based classroom methods. അതായത് ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ മെറ്റീരിയലിൻ്റെ സഹായത്തോടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് ദി കുട്ടികൾ എന്താണ് ക്ലാസ്സിൽ വന്ന് അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ നിന്ന് ഒരു ട്രഡീഷണൽ പ്ലേസ് ആയിട്ട് ക്ലാസ് റൂമുണ്ട്, അതേപോലെ തന്നെ ആ സമയത്ത് ഓൺലൈനായിട്ടുള്ള എഡ്യൂക്കേഷൻ മെറ്റീരിയൽ യൂസ് ചെയ്ത് ലേൺ ചെയ്യുന്നതിനാണ് ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ടീച്ചർ ഒരു ICTയുടെ സഹായത്തോടെ പഠിപ്പിക്കുന്നു. ലേണേഴ്സിന് ICTയുടെ സഹായത്തോടെ ഒരു ഓഫ്ലൈൻ മോഡും ഒരു ഓൺലൈൻ മോഡും ഇവിടെ കൊണ്ടുവരുന്നു. അതാണ് ഈ ഒരു ബ്ലെൻഡഡ് ലേണിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇറ്റ് റിക്വയർസ് ദ ഫിസിക്കൽ പ്രസൻസ് ഓഫ് ബോത്ത് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻറ്റ്. അതായത് ഇവിടെ ഒരു ടീച്ചറിൻ്റെയും സ്റ്റുഡൻറ്റ് ഒരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു ലേണർ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എങ്ങനെയാണ് ഒരു കോഴ്സ് വർക്ക് കംപ്ലീറ്റ് ആകുന്നതെന്ന് വെച്ചാൽ ഒരു റിയൽ വേൾഡ് ക്ലാസ് റൂമിൻ്റെ ഒരു പ്രസൻസിൽ ഓൺലൈൻ ആയിട്ടാണ് ഒരു കോഴ്സ് വർക്ക് ആ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ആ ഒരു ലേണർ ആ ഒരു കോഴ്സ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾക്ക് മറ്റൊരു പേര് ഹൈബ്രിഡ് ലേണിംഗ് എന്നും വിളിക്കും. അതായത് ബ്ലെൻഡഡ് ലേണിംഗ് ഈസ് ആൾസോ നോൺ ആസ് ഹൈബ്രിഡ് ലേണിംഗ്. ഒരു ബ്ലെൻഡഡ് ലേണിംഗ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഡിസൈൻസും എക്സ്പീരിയൻസും അത് വേരി ചെയ്യും. അപ്പോൾ അതനുസരിച്ച് ഒരു 4 മോഡൽസ് ആയിട്ടാണ് മെയിൻലി ബ്ലെൻഡഡ് ലേണിംഗ് എക്സ്പീരിയൻസ് പറയുന്നത്. ഒന്നാമത്തേതാണ് ഫേസ് ടു ഫേസ് ഡ്രൈവർ മോഡൽ, രണ്ടാമത്തേത് റൊട്ടേഷൻ ആൻഡ് ദ നെക്സ്റ്റ് വൺ ഫ്ലെക്സ് സ്കൂൾസ്, ഓൺലൈൻ ലാബ് ആൻഡ് ദ ലാസ്റ്റ് വൺ സെൽഫ് ബ്ലെൻഡഡ്. ഫേസ് ടു ഫേസ് ഡ്രൈവർ മോഡൽ. ഈ ഒരു മോഡലിൽ അധ്യാപകർ നേരിട്ടാണ് ക്ലാസ് എടുക്കുന്നത്, എന്നാൽ ഡിജിറ്റൽ ഉപകരണങ്ങളും കൂടി ഉപയോഗിക്കുന്നു. എന്തിനാണ്? ഡിജിറ്റൽ ഉപകരണങ്ങൾ പഠനത്തിനെ സഹായിക്കാനായി ഉപയോഗിക്കുന്നു. പഠനത്തിൻ്റെ പ്രധാന ഭാഗവും എന്താണ്? ക്ലാസ് മുറിയിൽ തന്നെയാണ് നടക്കുന്നത്. എന്നാൽ ഓൺലൈൻ ടൂളുകൾ ഉപയോഗിച്ച് പഠന അനുഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെച്ചപ്പെടുത്താനും കൂടുതൽ വിജയമാക്കാനും സാധിക്കുന്നു. അടുത്തതാണ് റൊട്ടേഷൻ മോഡൽ. ഇതിലെന്ന് പറയുന്നത് അധ്യാപകർ ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുകയും അല്ലാത്ത സമയം എന്ത് ചെയ്യുന്നു? ഓൺലൈൻ പഠനവും നൽകുന്നു. ഓൺലൈൻ ലേണിങ്ങും അധ്യാപകൻ്റെ നേതൃത്വത്തിൽ കുറച്ച് കുട്ടികളെ അനുസരിച്ച് കുറച്ച് കൂട്ടായ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ഓൺലൈൻ പഠനം നടത്തുന്നു. അടുത്ത മോഡലാണ് ഫ്ലെക്സ് സ്കൂൾ. ഇവിടെ ലേണിംഗ് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു? ഓൺലൈനായിട്ട് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുകയും എന്തെങ്കിലും ഒരു ഡൗട്ടും ക്ലാരിഫിക്കേഷനും ഉണ്ടെങ്കിൽ ഓൺ സൈറ്റായിട്ട് ടീച്ചർ അവിടെ ഉണ്ടായിരിക്കും എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനാണെങ്കിൽ. പക്ഷേ കൂടുതലും പഠനം മുന്നോട്ട് നയിക്കേണ്ടത് സെൽഫ് ഗൈഡഡാണ്, കുട്ടികൾ തന്നെയാണ്. അടുത്തതാണ് ഓൺലൈൻ ലാബ്. ഇവിടെ എന്ന് പറയുന്നത് കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് ഒരു കമ്പ്യൂട്ടർ ലാബിൽ പോയി അവിടെ ഒരു ഫിസിക്കൽ ക്ലാസ് റൂമിൻ്റെ അപ്പിയറൻസിൽ ഒരു കമ്പ്യൂട്ടറുമായി ഇരുന്ന് ഫുൾ കോഴ്സ് വർക്ക് ഓൺലൈനായിട്ട് തന്നെ പഠിക്കുന്ന രീതിയാണ്. ആ ഫുൾ കോഴ്സ് വർക്ക് കംപ്ലീറ്റ് ആക്കുന്നത് ഓൺലൈൻ വഴിയായിരിക്കും. ബട്ട് എവിടെയാണ് ഇരിക്കുന്നത്? ഫിസിക്കൽ ക്ലാസ് റൂമിൽ ഒരു മുറിയിലാണ് ഇരിക്കുന്നത്. അടുത്ത ലാസ്റ്റ് മോഡലാണ് സെൽഫ് ബ്ലെൻഡഡ് മോഡൽ. ഇത് കൂടുതലും ഹൈസ്കൂളിലാണ് തിരഞ്ഞെടുക്കുന്നത്. കുട്ടികൾ എന്ത് ചെയ്യുന്നു? അവരുടെ ഒരു ഫേസ് ടു ഫേസ് ലേണിംഗ്, അതായത് ക്ലാസ് റൂമിൽ ഒരു ട്രഡീഷണൽ ലേണിംഗ് കാണും. അതിന് പുറമെ സ്വയം തിരഞ്ഞെടുക്കുന്ന ഓൺലൈൻ കോഴ്സുകളോ പഠന വിഭവങ്ങളോ ഉപയോഗിച്ച് പഠനം എന്ത് ചെയ്യുന്നു? കൂടുതൽ മെച്ചപ്പെടുത്തുന്നു. ഇതാണ് സെൽഫ് ബ്ലെൻഡഡ് എന്ന് പറയുന്നത്. അടുത്ത ഈ ഒരു ബ്ലെൻഡഡ് ലേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. അതായത് ഈ ഒരു പ്യുവർലി ഒരു ഓൺലൈൻ ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു പ്യുവർലി ഒരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ക്ലാസ് മുറിയിൽ ചെന്നിരുന്ന പഠിത്തമോ രണ്ടിനെക്കാട്ടിയും കൂടുതൽ എഫക്റ്റീവ് അല്ലെങ്കിൽ ഫലപ്രദമാവുന്നത് ഈ ഒരു ബ്ലെൻഡഡ് ലേണിങ്ങിലൂടെയാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് നമുക്ക് പറയാം, ഇപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ഒരു ടോപ്പിക്കിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ അവരുടെ സ്കിൽസും നോളജും വർദ്ധിപ്പിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഈ ഒരു ഓൺലൈൻ വഴി അത് പുതിയ സ്പെഷ്യൽ ടാലൻറ്റ്സും സ്കിൽസും വളർത്തിയെടുക്കാൻ സാധിക്കുന്നു. അടുത്ത ഡിസഡ്വാൻറ്റേജ് നോക്കാം. ബ്ലെൻഡഡ് ലേണിംഗ് ഹാസ് എ സ്ട്രോങ് ഡിപ്പെൻഡൻസ് ഓൺ ദി ടെക്നിക്കൽ റിസോഴ്സസ് ഓർ ടൂൾ വിത്ത് വിച്ച് ദ ബ്ലെൻഡഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഈസ് ഡെലിവേർഡ്. ബ്ലെൻഡഡ് ലേണിംഗ് കൂടുതലും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഒരു ടെക്നിക്കൽ റിസോഴ്സസ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ടൂളിലാണ് കൂടുതലും ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ
ലേണേഴ്സിന് നല്ല അർത്ഥവത്തായ, അതായത് മീനിങ് ഇമ്പാക്റ്റ്, ലേണിംഗ് എക്സ്പീരിയൻസ് മീനിങ് അല്ലെങ്കിൽ അർത്ഥവത്താക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ടൂൾസ് എല്ലാം, ഡിജിറ്റൽ ടൂൾസ് എല്ലാം എന്ത് ചെയ്യണം? റിലയബിൾ ആയിരിക്കണം, ഈസി ടു യൂസ് ആയിരിക്കണം, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, ആൻഡ് അപ് ടു ഡേറ്റ് ആയിരിക്കണം. എങ്കിലേ നമുക്ക് പറയാൻ പറ്റൂ ഇതൊരു മീനിങ് ഇമ്പാക്റ്റ് ലേണിംഗ് എക്സ്പീരിയൻസിന് നൽകുന്നുവെന്ന്. മറ്റൊരു ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ, എല്ലാവർക്കും, അതായത് ഇപ്പോൾ എല്ലാവരെയും പോലെ IT ലിറ്ററസി ഇല്ലാത്ത കുട്ടികൾ കാണും, ലേണേഴ്സ് കാണും. അപ്പോൾ അവർക്ക് ഈസി ആക്സസ് ആയിട്ട് കോഴ്സ് മെറ്റീരിയൽസ് കിട്ടുന്നില്ല. സോ അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ ടോപ്പിക്. താങ്ക് യു.